പൃഥ്വിയോ പിണറായിയോ പാർവതിയോ ആരാണ് ഈ മൂവ്മെന്റിന്റെ ഹീറോ? മലയാള സിനിമയിലെ യുവതുർക്കിയായ പൃഥ്വിരാജ് പ്രസ് മീറ്റിൽ വരുന്നു. പിന്നെ ഹേമ കമ്മിറ്റിയെക്കുറിച്ചും താൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും താൻ സെറ്റിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും സംസാരിച്ചു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജിന്റെ ആൺ ഫാൻസിന്റെ തള്ളിമറിക്കലായിരുന്നു. നിലപാടിന്റെ രാജകുമാരൻ, ഹീസ് ദ മാൻ, നട്ടലുള്ള ഒരേ ഒരു സൂപ്പർ സ്റ്റാർ, വിലക്കിന്റെ കാര്യങ്ങളിൽ പാർവതിക്ക് മുമ്പുള്ള ഉദാഹരണമാണല്ലോ ഞാൻ എന്നാണ് പൃഥ്വിയുടെ മറുപടി. സിനിമയിലെ ബാനിങ്ങും തൊഴിൽ നിഷേധവും മാത്രമാണോ ഹേമ കമ്മിറ്റിയിലുള്ളത്? ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിനിമയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ഒരു ഗവൺമെന്റ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് പിണറായി രാഷ്ട്രീയ ഫാൻസ് അസോസിയേഷനും മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ മലയാള സിനിമയിലെ മീറ്റു മൂവ്മെന്റിന്റെ യഥാർത്ഥ ഹീറോ ആരാണ്? പൃഥ്വിയോ പിണറായിയോ പാർവതിയോ? ഒരു പക്ഷത്ത് പൃഥ്വിരാജിനെയും മറുപക്ഷത്ത് WCC മൊത്തം ഉണ്ടെങ്കിലും അതിന്റെ പോസ്റ്റർ ഗേളായ പാർവതിയുമായി നമുക്ക് കമ്പയർ ചെയ്യാം. 2017 ഫെബ്രുവരി മാസത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ പൃഥ്വിരാജ് തന്റെ ഉറ്റ സുഹൃത്തായ സർവൈവറിനോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു. പാർവതിയും ഗീതു മോഹൻദാസും റിമ കല്ലിങ്കൽ തുടങ്ങിയ കൂട്ടുകാരും സർവൈവറിനോടൊപ്പം നിന്നു. അക്യൂസ്ഡ് ആയ പ്രമുഖ നടനെ പുറത്താക്കണമെന്ന് അമ്മയുടെ മീറ്റിംഗിന് പുറത്തു വന്നിട്ട് ഞങ്ങൾ അകത്ത് ചിലത് പറഞ്ഞിട്ടുണ്ട്, അത് നടന്നില്ലെങ്കിൽ കാണാമെന്നൊരു മാസ് ഡയലോഗും പറഞ്ഞിട്ട് പോയ പൃഥ്വിരാജിനെ പിന്നെ ഈ വിഷയത്തിൽ കാണുന്നത് ഇന്നലെയാണ്. ഇന്ന് വിമൻ മെമ്പേഴ്സിന്റെ ഒരു എക്സ്ട്രാ പ്രഷർ എന്നോ അല്ലെങ്കിൽ സ്ത്രീ മെമ്പറുകൾ ആയതുകൊണ്ടൊരു പ്രത്യേക മുൻഗണന എടുത്തുവെന്നോ ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ പാർവതിയും രേവതിയും അടങ്ങുന്ന മെമ്പേഴ്സ് സംഭവം നടന്ന ഉടനെ തന്നെ അൺഒഫീഷ്യലി WCC രൂപീകരിച്ചു. 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ WCC യോഗം ചേർന്ന് കേരള മുഖ്യമന്ത്രിക്ക് രേഖാമൂല അപേക്ഷ നൽകി. മലയാള സിനിമയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും അതിന്റെ റെക്കമെൻഡേഷൻസിനനുസരിച്ച് സിനിമാ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു. ജൂൺ 2017 അങ്ങനെ ജസ്റ്റിസ് ഹേമയുടെ കീഴിൽ രൂപം കൊണ്ട 3-അംഗ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. സെപ്റ്റംബർ 2017 WCC അവൾക്കൊപ്പം എന്നൊരു ഓൺലൈൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 2017 IFFK ഫിലിം ഫെസ്റ്റിവൽ മമ്മൂട്ടിയുടെ 2016 ഹിറ്റ് ചിത്രമായ കസബയെക്കുറിച്ചുള്ള പരാമർശത്തിൽ പാർവതി പറഞ്ഞു, ഞാൻ അടുത്തിടെ ഒരു സിനിമ കണ്ടു. സിനിമ എന്നെ നിരാശപ്പെടുത്തി. കാരണം തികച്ചും സ്ത്രീവിരുദ്ധമായ സംഭാഷണങ്ങൾ തുപ്പുന്ന ഡയലോഗുകൾ സൂപ്പർ സ്റ്റാർ പറയുമ്പോൾ ആളുകൾക്ക് അത് സെക്സിയും കൂളും ആണെന്ന് തോന്നി. So it gives the license for many other men to do the same thing because it's oh so sexy and cool. സിനിമയിൽ നിലനിന്നിരുന്ന മിസോജിനി പറഞ്ഞതിന് പിന്നീട് മമ്മൂട്ടിയുടെ ആരാധകരിൽ നിന്ന് തന്നെ പാർവതിക്ക് കനത്ത സൈബർ അറ്റാക്സ് നേരിടേണ്ടി വന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്നാക്കാൻ നമ്മൾ അടിച്ചിരിക്കും and we will fall in love more. And I don't want this to happen again to any other girl who is growing up watching my films. So I make sure, that 2018 ജൂൺ WCC അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാ സിനിമാ സെറ്റുകളിലും ICC നിർബന്ധമാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നതായി മന്ത്രി KK ശൈലജ അറിയിച്ചു. എന്നാൽ അതേ ജൂൺ മാസം തന്നെ അമ്മ സംഘടനയിൽ ബിലീവിനെ തിരിച്ചെടുക്കുന്നതായ തീരുമാനം വന്നു. അതിനെ WCC ചോദ്യം ചെയ്തു. അതിനെ തുടർന്ന് സർവൈവർക്കൊപ്പം ഗീതു മോഹൻദാസ്, റിമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ എന്നിവർ പ്രമുഖ നടനെ അമ്മയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് പിന്നാലെ രാജിവെച്ചു. അതോടുകൂടി രേവതി, പത്മപ്രിയ, പാർവതി അടങ്ങിയ സംഘം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് നിങ്ങൾ ഇരയ്ക്കൊപ്പമോ അതോ വേട്ടക്കാരനൊപ്പമോ എന്ത് നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന ചോദ്യങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞുള്ള പ്രസ് മീറ്റിൽ ശ്രദ്ധിച്ചാൽ മതിയാവും എത്ര അലംഭാവത്തോടു കൂടിയാണ് അമ്മ അംഗങ്ങൾ പ്രതികരിച്ചത് എന്ന്. ജഗദീഷ് ഒഴികെ കമന്റ് സെക്ഷനിൽ ഇതിന്റെ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഈ സമയത്തൊക്കെ പൃഥ്വിരാജ് സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനിയും ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും തുടങ്ങി സിനിമയിൽ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ പാർവതി സൈബർ ബുള്ളിയിങ്ങും സെക്ഷൽ ത്രെഡ്സും മലയാള സിനിമയെ നശിപ്പിക്കുന്നു എന്ന അക്യൂസേഷൻസും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന മിസോജിനിസ്റ്റ് സ്വരങ്ങൾക്കും ധ്വനികൾക്കും എതിരെ അവർ പ്രതികരിച്ചു. 3 നടികൾ വിവാദത്തിൽ ഒരുപാട് തെറികേട്ടു. അമ്മയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ പാർവതിയും സംഘവും ആർജവത്തോട് പറഞ്ഞു, അമ്മയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസം 0 അവരുടെ മുഖംമൂടികൾ ഞങ്ങൾ തുറന്നു കാണിച്ചിരിക്കുന്ന അതിനുള്ള ഉത്തരമാണ് ഇനി നമ്മൾ ചർച്ചയ്ക്കില്ല, ഇനി നമ്മൾ അവരുടെ കള്ളങ്ങൾ വിശ്വസിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ യങ് ഹീറോ എന്തെടുക്കുമായിരുന്നു? മലയാളം സിനിമ കണ്ട ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായ ലൂസിഫറിലും തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അഭിനയം നിറഞ്ഞാടിയ ആടുജീവിതത്തിലും അഭിനയിക്കുകയായിരുന്നു. എന്നാൽ പാർവതിക്ക് ഉയരെ, ടേക്ക് ഓഫ്, കൂടെ എന്ന സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടും അന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ച പാർവതിക്ക് അവസരങ്ങൾ കുറഞ്ഞു. ഇവിടെയാണ് ആൺ പെൺ പ്രിവിലേജസിന്റെയും പവറിന്റെയും വേർതിരിവുകൾ വരുന്നത്. പാർവതിക്ക് ഈ സമയത്ത് പൃഥ്വിരാജിനെ പോലെ പ്രശ്നങ്ങളൊക്കെ വിട്ട് കരിയറൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അവർ പോരാടാൻ തന്നെ തീരുമാനിച്ചു. പൃഥ്വി ആ മീറ്റിംഗിൽ പറയുന്നുണ്ടായിരുന്നു, ഞാനും ഒരു ഇരയാണെന്ന്. ആയിരിക്കാം, പക്ഷെ പൃഥ്വിക്കും അന്നും നെപ്പോട്ടിസത്തിന്റെയും മെയിൽ പ്രിവിലേജിന്റെയും അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇന്ന് നടക്കുന്ന മൂവ്മെന്റിന്റെ ആദ്യ വിക്ടം പൃഥ്വിരാജ് തന്നെ അഭിനയിച്ചു വിജയിപ്പിച്ച് സ്റ്റേറ്റ് അവാർഡ് നേടിയ സെല്ലുലോയിഡിലെ നായികയായ PK റോസിയാണ്. അത് മനസ്സിലാവണമെങ്കിൽ സെല്ലുലോയിഡ് സിനിമയുടെ POV JC ഡാനിയലിൽ നിന്ന് PK റോസിയിലേക്ക് ക്യാമറ തിരിക്കണമെന്ന് മാത്രം. JC ഡാനിയലിൽ നിന്ന് പൃഥ്വിരാജിലേക്ക് എത്തുമ്പോൾ സിനിമയിലെ ആണിടം എത്ര പുരോഗമിച്ചുവെന്നും PK റോസിയിൽ നിന്ന്
പാർവതിയിലെത്തുമ്പോൾ മാസ്ലോയുടെ ബേസിക് നീഡായ സ്ത്രീ സുരക്ഷയും സ്വാതന്ത്ര്യവും എത്ര പുരോഗമിച്ചെന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വിഗതകുമാരൻ ഇറങ്ങി 95 വർഷം കഴിഞ്ഞിട്ടും വളരെ പ്രോഗ്രസീവ് സൊസൈറ്റിയായ കേരളത്തിൽ സിനിമയിലെ സ്ത്രീ സുരക്ഷയ്ക്ക് ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്നാണ് ഹേമ കമ്മിറ്റി അടയാളപ്പെടുത്തുന്നത്. പൃഥ്വിരാജ് തൊഴിലിടത്തെ പുതിയ മാനങ്ങൾ കീഴടക്കുമ്പോൾ പാർവതി അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുകയായിരുന്നു. Are hurt, we are disrespected and we are very angry. ഇനി പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ബാനിങ്ങും തൊഴിൽ നിഷേധവും മാത്രമാണോ ഹേമ കമ്മിറ്റിയിലുള്ളത്? അല്ല, സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന വിമൻ സേഫ്റ്റിയും സെക്യൂരിറ്റിയും, സെക്ഷൽ ഹറാസ്മെന്റും, ജെൻഡർ ഡിസ്ക്രിമിനേഷനും, അൺസേഫ് വർക്കിംഗ് കണ്ടീഷനും, ലാക്ക് ഓഫ് സപ്പോർട്ടും തുടങ്ങിയ ഒരു ജെൻഡർ ബേസ്ഡ് റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആർട്ടിസ്റ്റിന്റെ വെൽഫെയറിന് വേണ്ടി ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ എന്നാ ആ ജോലി ശരിക്കും ചെയ്യുക, അത് നടത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ജനറൽ ബോഡി മെമ്പേഴ്സും WCC മെമ്പേഴ്സുമായ നമ്മളുടെ. ഇനി പറയൂ, ആരാണ് ഈ മൂവ്മെന്റിന്റെ ഹീറോ? പൃഥ്വിയോ, പിണറായിയോ, പാർവതിയോ? അത് പറയണമെങ്കിൽ മറ്റു 3 P എലമെന്റ്സ് കൂടി പറയേണ്ടി വരും. പവർ, പ്രിവിലേജ്, പാട്രിയാർക്കി. ഒരു ചെറിയ എക്സിക്യൂട്ടീവ് ബോഡിയിൽ നിലനിൽക്കുന്ന ദുഷിച്ച വ്യവസ്ഥിതിയാണ് പവർ എങ്കിൽ, ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ദുഷിച്ച വ്യവസ്ഥിതിയാണ് പ്രിവിലേജ് എങ്കിൽ, ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ദുഷിച്ച വ്യവസ്ഥിതിയാണ് പാട്രിയാർക്കി. പൃഥ്വിരാജ് ചെയ്താൽ ചങ്കൂറ്റം, പാർവതി ചെയ്താൽ അഹങ്കാരം. പൃഥ്വി മുന്നോട്ട് വന്നാൽ മാസ്, പാർവതി മുന്നോട്ട് വന്നാൽ ജാട. പൃഥ്വി നേതൃത്വം കൊടുത്താൽ ലീഡർ, പാർവതി നേതൃത്വം കൊടുത്താൽ തിളയ്ക്കുന്ന സാമ്പാർ. ഇതാണ് കേരളത്തിൽ നിലനിൽക്കുന്ന മെയിൽ പ്രിവിലേജ്. പൃഥ്വിരാജ് നിലപാടും വിഷനുമുള്ള നടനാണ്. അമ്മയുടെ നേതൃത്വത്തിൽ വന്നാൽ ഈ അമ്മയുടെ ബോഡിയിലും ഇൻഡസ്ട്രിയിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഈ മൂവ്മെന്റിന്റെ ഹീറോ അല്ല. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സർക്കാരിന് നിയമത്തിലൂടെ പാട്രിയാർക്കൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം. എന്നാൽ ഈ 3 മേഖലയിലും ഒരു തിരുത്തൽ പ്രസ്ഥാനമായി കൊണ്ടുവരാനും പോരാടി അവകാശങ്ങൾ നേടാനും WCCക്ക് മാത്രമേ കഴിയൂ. അതാണ് ചരിത്രം പറയുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡായ നോർഡിക് രാജ്യങ്ങളിൽ സ്ത്രീകൾ വോട്ടവകാശം ലഭിച്ചത് അവിടെ പൃഥ്വിയും പിണറായും ഉള്ളത് കൊണ്ടല്ല, അവിടുത്തെ സ്ത്രീകൾ തെരുവിലിറങ്ങിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതിന്റെ ആദ്യത്തെ ഹീറോ പോരാടാൻ മുന്നോട്ട് വന്ന ഈ മൂവ്മെന്റിന്റെ പോസ്റ്റർ ഗേളായ സർവൈവറാണ്. പിന്നീട് പവർ ടീമിനെയും മെയിൽ പ്രിവിലേജിനെയും തകർത്തെറിഞ്ഞ WCC പവർ ഗേൾസ് ആണ് ഈ മൂവ്മെന്റിന്റെ ഹീറോസ്.